സുന്നത്ത് ജമാഅത്തിന്റെ ഏതേത് വിഷയങ്ങൾ എടുത്താലും അതൊന്നുപോലും മാറ്റത്തിരുത്തുകൾക്ക് വിധേയമാക്കേണ്ടി വന്നിട്ടില്ല. ഏതേത് തീരുമാനം എടുത്ത് പരിശോധിച്ചാലും ആ തീരുമാനം സമസ്തകളുടെ ജമിയത്തുൽ ഉലമ 1926 വരക്കൽ മുല്ലക്കോയ തങ്ങൾ ഖദ്ദസല്ലാഹു സിറൽ അസീസ്, പാങ്ങിൽ അഹമ്മദ് കുട്ടി മുസ്ലിയാർ ഖദ്ദസല്ലാഹു സിറൽ അസീസ് തുടങ്ങി വന്നത് മാറ്റി പറഞ്ഞിട്ടില്ല, പറയേണ്ടി വരില്ല, പറയുകയുമില്ല. ഈ പ്രസ്ഥാനത്തിന്റെ ഇന്ന് അജയ്യ നേതൃത്വം മഹാനായ സുൽത്താൻ മക്കാന്തപുരം ഉസ്താദ് ഹഫിളഹുല്ലാ, മഹാനായ റഈസുൽ ഉലമ, മഹാനായ താജുൽ മുഹഖിഖീൻ ശൈഖുന കോട്ടൂർ ഉസ്താദ്, മഹാനായ പട്ടു ഉസ്താദ് പോലുള്ള നമ്മുടെ ഏറ്റവും വലിയ നേതൃത്വങ്ങളാണ്. ആ സമസ്തയുടെ 100ാം വാർഷിക പ്രഖ്യാപനമാണ് ഇൻഷാ അല്ലാഹ് വരുന്ന 30-ാം തീയതി നമ്മുടെ വടക്കേ മലബാറിൽ നടക്കുന്നത്. അതിഗംഭീരമാക്കേണ്ടത് ഭീമമായ സംഖ്യകളുടെ ചിലവുകളുണ്ട്. എല്ലാവരും നന്നായി സഹായിക്കണം. പ്രത്യേകിച്ച് കേരള മുസ്ലിം ജമാഅത്ത് നിങ്ങൾക്കറിയാമല്ലോ, സ്ഥാപിതമായി 8 വർഷമേ ആകുന്നുള്ളൂ. ഈ 8 വർഷമാകുമ്പോഴേക്കും കേരള മുസ്ലിം ജമാഅത്ത് സ്ഥാപിതമായതിന്റെ ശേഷം ധാരാളം പ്രകൃതി ദുരന്തങ്ങൾ, വെള്ളപ്പൊക്കങ്ങൾ, ഉരുൾപൊട്ടലുകൾ, മണ്ണിടിച്ചിലുകൾ എന്തെല്ലാം സംഭവിച്ചു. അവിടെയൊക്കെയും ആദ്യ സഹായം എത്തിയത് ജാതി മതം വർഗം നോക്കാതെ കേരള മുസ്ലിം ജമാഅത്ത് നിലമ്പൂര് കവളപ്പാറയില് 450 ആളുകൾ അവിടെ ജാതിയോ മതമോ ഒന്നും നോക്കിയിട്ടില്ല. 10,000 രൂപ വീതം മുഴുവൻ ആളുകൾക്കും കൊടുത്തു. അവിടെ ജാതി മതം നോക്കാതെ വീട് വെച്ചു കൊടുത്തു. പുത്തുമലയില്, കരിഞ്ചോല മലയില്, കോട്ടയത്ത്, ടെക്നോ വേൾഡ് എല്ലാവരും കാണേണ്ടതാണ്. 70 കൊല്ലത്തൊരു സ്വപ്നമായിരുന്നു സാക്ഷാത്കരിച്ചത്. നിലമ്പൂര്, തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റിന്റെ ഓരത്ത്, KSRTC ബസ് സ്റ്റാൻഡിന്റെ പരിസരത്ത്, തമ്പാനൂർ റെയിൽവേ സ്റ്റേഷനോട് ചേർന്ന് ഇത്ര നല്ല കണ്ണായ സ്ഥലം, 4 ഭാഗത്ത് റോഡ്, അങ്ങനത്തെ സ്ഥലം വാങ്ങി. അതുപോലെ പന്തീരങ്കാവില് ദേവാ സെന്റർ, ഇതിനെല്ലാം ആകെയുള്ളത് ഒരൊറ്റ ദിനവരുമാനാണ്. ഇന്നതിൻ്റെ ദിവസമാണല്ലോ. നിങ്ങളെല്ലാവരും നന്നായി സഹായിക്കണം.